കൊണ്ടുവരുന്നത്. കാരണം വേറൊരു സ്ഥലത്ത് വെച്ച് അതിനെ എല്ലാം നിരത്തി കല്ല് ഷേപ്പ് ചെയ്ത് നല്ല കല്ലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ വെച്ചല്ല, എന്താ ടെമ്പിളിൽ വെച്ചല്ല പണി നടത്തേണ്ട സ്ഥലം വേറെ സ്ഥലമാണ് എന്ന് പറയുന്ന പോലുള്ള നമ്മളുടെ വെട്ടുകുഴി വെച്ച് ആ എടുത്ത സ്ഥലത്ത് വെച്ച് തന്നെ, ഭൂമി വെച്ച് തന്നെ നമ്മളുടെ പാപപരിഹാരം നടത്തിയിട്ടാണ് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായി? ബട്ട് വൺസ് ക്രൈസ്റ്റ് വന്നതോടുകൂടി വി വർ ഡാർക്ക്നെസ്, light came in, Shekinah as a light came into the world and gave us a light, transferred us from the darkness into the marvelous light. നമ്മൾ ലാസ്റ്റ് ആഴ്ച പഠിച്ചു അത് തന്നെ. അപ്പം അതാണ് ഇറക്കിയയുടെ ഒത്തിരി ഇതുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 42 മിനിറ്റ്സ് ഇപ്പം തന്നെ പോയി കഴിഞ്ഞ് ഈ ഒരു സിമ്പിൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇറക്കിയ ഒത്തിരി ലെയർ ബൈ ഹെവൻസ് ഉണ്ടെന്ന് പറയുന്നു. ഒരു സ്ഥലത്ത് നമ്മളുടെ ഓസോൺ ലെയർ ഒരു ലിനൻ ഇതായിട്ട് വരുന്നു. പിന്നെ ഗോഡ് ഹെയറിനും റാം ഹെയറിനും ഇടയ്ക്കാണ് പ്ലാനറ്ററി സിസ്റ്റം നിൽക്കുന്നതും. അവിടാണ് ദൂതന്മാർ, വീഴ്ത്തപ്പെട്ടു പോയ ദൂതന്മാർ. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇറക്കിയ കടന്നു വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇത് ഇപ്പം നമ്മൾ ഈ വായിക്കുമ്പോഴും ആദ്യം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 3 കാര്യമുണ്ടല്ലോ. ഒന്നെന്തുവാ? വയോമേർ, അമാർ ദൈവം പറഞ്ഞു. 2 റാ, ദൈവം കണ്ടു. 3 വൈക്ര, ദൈവം കോൾഡ്. പക്ഷേ ഇവിടെ വരുമ്പം അമാർ ദൈവം ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ വയാസ വരുന്നത്, ആസ എന്നാണ് വരുന്നത്. ആസ എന്ന് പറഞ്ഞാൽ ദൈവം ഫാഷൻ ചെയ്തു. മനസ്സിലായി? ദൈവത്തിൻ്റെ വാക്കിനാൽ അത് ഉളവായി, ദൈവം ഫാഷൻ ചെയ്തു. ഇത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ 6-ാം ദിവസം കാണാം മനുഷ്യൻ്റെ ഇത് വരുമ്പോൾ. അതായത് ഈ വാക്കിനൊക്കെ ഒത്തിരി ഡെപ്തായിട്ടുള്ള മീനിങ്ങുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്നു. അത് കഴിഞ്ഞ് ഇനി 8-ാം വാക്യത്തിൽ വരുന്നുണ്ട് വൈക്ര, ഗാഡ് കോൾഡ്. മനസ്സിലായി? ദൈവം പറഞ്ഞു, ഫാഷൻ വരുത്തി, ദൈവം കോൾഡ്. ഓക്കെ, അപ്പം അങ്ങനെ അതും വരുന്നുണ്ട്. അപ്പം ഇത് ദൈവം ഫാഷൻ ചെയ്തതാണ് ഇറക്കിയ. അതെന്തോത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? വെള്ളത്തെയും ഭൂമിയിലുള്ള വെള്ളത്തെയും മേലുള്ള വെള്ളത്തെയും കീഴുള്ള. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ലൈറ്റിനെ ഇത് ചെയ്യുക, സെപ്പറേറ്റ്. അപ്പം